അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ദിവസം കടന്നു വരുന്തോറും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലേ. ഇന്നൊരു പ്രശ്നമാണെങ്കിൽ നാളെ അതിലും വലിയൊരു പ്രശ്നം. നമ്മൾ വിചാരിക്കും, അല്ലാ എനിക്ക് മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെ ഇത്ര വലിയ പ്രശ്നങ്ങൾ തരുന്നത്. ഇങ്ങനെ ഒരുപാട് നമ്മൾ അള്ളാഹുവിനോട് അങ്ങനെ ചോദിച്ചു പോകും. കാരണം ഇന്നൊരു പ്രശ്നം തന്നു കഴിഞ്ഞാൽ നാളെ അതിലും വലിയൊരു പ്രശ്നമാണ്. നമുക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ഓരോ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത്. പണത്തിന്റെ പ്രശ്നമായിക്കോട്ടെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ തന്നെ വിചാരിച്ചു പോകും, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ദിക്റുകൾ ചെല്ലുന്നുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ഇത്ര പ്രശ്നങ്ങൾ എന്താണ്? ഞാൻ എല്ലാം നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, എല്ലാം ആത്മാർത്ഥമായിട്ട് നിനക്ക് വേണ്ടി എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ അയൽവാസിക്കാണെങ്കിലോ, അവനാണെങ്കിൽ നിസ്കാരമില്ല, നോമ്പില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല. നല്ല വീടുണ്ട്, മക്കളുണ്ട്, ജോലിയിൽ ബർക്കത്തുണ്ട്, കടകളൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അവനുണ്ട്. പക്ഷെ അവന് നമസ്കാരവും ഇല്ല, നോമ്പില്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് മാത്രം എന്താണ് റബ്ബ് ഇങ്ങനെയൊക്കെ തരുന്നത് എന്ന് അറിയാതെ പോലും ചിന്തിച്ചു പോകുന്നവരുണ്ടല്ലേ. ഒരിക്കലും ഒരിക്കലും നമ്മൾ മനസ്സിന് പോലും കരുതാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണ് അവൻ ഇങ്ങനെ കൊടുക്കുന്നത്. എങ്ങനെ കൊടുക്കുന്നതെന്ന് അവന് പരീക്ഷിക്കണം. ഉം. അല്ലാഹുവിന് ഇഷ്ടം കൂടുതലുള്ളവരെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലും നമ്മളെ പരീക്ഷിക്കും. പണം തന്നും പരീക്ഷിക്കും, തരാതെയും പരീക്ഷിക്കും. ആരാണ് അവനിൽ കൂടുതലായി അടുക്കുന്നത്? പണം ഉള്ളപ്പോഴാണോ അവൻ നമ്മളിലേക്ക് അടുക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഇല്ലാത്തപ്പോഴാണ്. അതിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവരെയും പരീക്ഷിക്കും. അതുകൊണ്ട് അറിഞ്ഞോ എന്നൊരു വാക്ക് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റും. നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ആഗ്രഹം എന്താണോ അത് നമുക്ക് നിറവേറ്റി തരും. നമ്മൾ ചിന്തിക്കാത്ത പോലും സമയത്തായിരിക്കും. നമ്മൾക്ക് ആവശ്യമുള്ള സമയം എപ്പോഴാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ആ ഒരു സമയത്ത് നമുക്ക് അല്ലാഹു നമ്മുടെ ആ ആഗ്രഹം നിറവേറ്റി തരും. പിന്നെ ഒരു കാര്യം, നമ്മൾ അല്ലാഹുവിനെ ഓർത്ത് മുറുകെ പിടിക്കുക. അല്ലാഹു തആലയെ മുറുകെ പിടിക്കുക. എപ്പോൾ ഏത് സമയവും നമ്മൾ വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് പോലും യാ അല്ലാ യാ അല്ലാ എന്ന ഈ ഇസ്മ പതിവാക്കി പോകേണ്ടിയിരിക്കുക. നമുക്ക് എപ്പം വേണമെങ്കിലും ചെല്ലാം. എന്നുവെച്ചാൽ ബാത്റൂമിൽ കയറുമ്പോൾ ഒന്നും ആരും ചെല്ലാൻ പാടില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ചുമ്മാതിരിക്കുന്ന സമയത്ത്, പാത്രം കഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ മുറ്റം അടിച്ചു വാരുന്ന സമയത്ത്, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇസ്മ പതിവാക്കാം. എന്നാൽ നമ്മൾ അങ്ങോട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കല്ലാതെ എൻ്റെ ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളും നീക്കാൻ ആർക്കുമാകില്ല. അവനല്ലാതെ ആർക്കും കഴിയില്ല. അവൻ മാറ്റിത്തരും എന്നുള്ളൊരു അത് മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു ഇസ്മ പതിവാക്കിക്കൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സുബ്ഹി നമസ്കരിച്ചതിന് ശേഷം ആ നമസ്കാരപ്പായിൽ ഇരുന്ന് കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്ർ 4444 പ്രാവശ്യം ചൊല്ലുക. നിയ്യത്ത് വെച്ചതിന് ശേഷം ചൊല്ലുക. എന്തായാലും നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയാൻ പറ്റാത്തവരാണ് എങ്കിൽ സുബഹി നമസ്കരിച്ചതിന് ശേഷം കുറച്ച് ചെല്ലണം. എന്നിട്ട് ദുഹറിന്, മഗ്‌രിബിന്, അസർ അങ്ങനെ ഓരോ നമസ്കാരത്തിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ചൊല്ലി തീർക്കും. നമ്മൾക്ക് എപ്പോഴാണോ ചൊല്ലി തീർക്കാൻ കഴിയുന്നത് ആ സമയം വരെ നമ്മൾ ചൊല്ലുക. അല്ലാതെ ഇന്ന ദിവസം കൊണ്ട് ഞാൻ ചൊല്ലി തീർത്തേക്കാം എന്ന് നിയ്യത്ത് വെക്കണ്ട. ഞാൻ ചൊല്ലി തീർത്തേക്കാം, എത്ര ദിവസം എന്നൊന്നും നിയ്യത്തിൽ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഒരൊറ്റ ദിക്ർ അനുഭവം കൊണ്ട് പറയുകയാണ്. ഈ ഒരൊറ്റ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.